വാഴൂർ സോമൻ 9 മിനിറ്റ്. ഇവിടെ അവതരിപ്പിച്ച ധനാഭ്യർത്ഥനയെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടൂറിസം മേഖലയിൽ വൻപിച്ച കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ടൂറിസം മേഖലയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി ഊർജ്ജസ്വലതയോടെയും ദീർഘവീക്ഷണത്തോടെയും പ്രവർത്തിക്കുന്ന വകുപ്പ് മന്ത്രിക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. മഹാമാരിയുടെ കാലത്തെ വെല്ലുവിളികൾക്ക് ശേഷം അസാധാരണമായ തിരിച്ചുവരവാണ് കേരള ടൂറിസം മേഖലയിൽ നടത്തിയിട്ടുള്ളത്. കണക്ക് പ്രകാരം കേരളത്തിൽ ടൂറിസ്റ്റുകളുടെ വരവിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കോവിഡിന് മുൻപുള്ള കണക്കുകളെ മറികടന്ന് 2023 2.25 കോടിയിലധികം വിനോദസഞ്ചാരികളുടെ വരവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2022 അപേക്ഷിച്ച് 2023 17% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കണക്കുകൾ കേരളത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൂറിസം വ്യവസായത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അന്താരാഷ്ട്ര സാഹസിക മത്സരങ്ങൾ സംഘടിപ്പിച്ചതിലൂടെ കഴിഞ്ഞ വർഷം മാത്രം ടൂറിസം മേഖലയ്ക്ക് വരുമാനമായി ലഭിച്ചത് 23.5 കോടി രൂപയാണ്. മാത്രമല്ല, പ്രദേശവാസികൾക്ക് മികച്ച അവസരങ്ങളും 3000-ലധികം പേർക്ക് സ്ഥിരം ജോലികളും സൃഷ്ടിക്കുവാനും സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട വിഷയമാണ്. രാജ്യാന്തര തലത്തിൽ പാരാഗ്ലൈഡിംഗ് മത്സരം വാഗമണിലും, സർഫിംഗ് ഫെസ്റ്റിവൽ വർക്കലയിലും, മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മാനന്തവാടിയിലും സംഘടിപ്പിച്ചത് ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരുന്നതാണ്. സംസ്ഥാനത്തെ PWD റെസ്റ്റ് ഹൗസുകൾ ജനങ്ങളുടെ റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റിയത് LDF സർക്കാരിൻ്റെ അഭിമാന നേട്ടമാണ്. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്ന ശേഷം സംസ്ഥാനത്താകെ 1,49,293 പേർ റെസ്റ്റ് ഹൗസുകളിൽ താമസിച്ചു. 8.8 കോടി രൂപയാണ് സർക്കാരിന് ഇതിലൂടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. ഇന്ത്യയിൽ ആദ്യമായി ഡിസൈൻ പോളിസി നടപ്പിലാക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാന സർക്കാരിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ കാലാനുസൃതമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ് ഡിസൈൻ നയം. സംസ്ഥാനത്തെ കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, സൈനേജുകൾ മുതലായവയുടെ രൂപകൽപ്പന സംബന്ധിച്ചുള്ള സമഗ്ര നയമാണിത്. പ്രത്യേക ടൂറിസം മേഖല, പ്രത്യേക ഹെറിറ്റേജ് മേഖല എന്നിങ്ങനെ പ്രദേശങ്ങളെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ആരംഭിച്ചതിന് ശേഷം വിനോദസഞ്ചാരികളുടെ വരവ് 100% വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലും പ്രത്യേകമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ടൂറിസം വകുപ്പിൻ്റെയും DTPCയുടെയും പ്രവർത്തനങ്ങൾ ഇടുക്കി ജില്ലയിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പാഞ്ചാലിമേട് ടൂറിസം കേന്ദ്രത്തിന് സമഗ്ര വികസനത്തിന് തുടക്കം കുറിച്ച് ലോക ടൂറിസം ഭൂപടത്തിൽ പാഞ്ചാലിമേടിനെ എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചത് LDF സർക്കാരാണ്. പാഞ്ചാലിമേട് ടൂറിസം വികസനത്തിന് 3 കോടി രൂപ ടൂറിസം വകുപ്പിൽ നിന്ന് അനുവദിച്ച് പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ അടുക്കാറായപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞിരിക്കുകയാണ്. നിർമ്മാണം ആരംഭിക്കുന്ന സമയം വനം വകുപ്പിൽ നിന്ന് യാതൊരു എതിർപ്പും അറിയിക്കാതെ ഇരുന്നിട്ട് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്താറായപ്പോൾ പദ്ധതി പൂർത്തീകരിക്കുവാൻ തടസ്സം നിൽക്കുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകം ഇടപെട്ട് ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു. വാഗമണിൽ ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുവാൻ വേണ്ടി ഒരു ഹെലിപ്പാഡ് നിർമ്മിക്കുവാൻ സ്ഥലം കണ്ടെത്തിയിട്ടും തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ വാഗമണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ വാഗമൺ മുതൽ പീരുമേട് വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ 2 വരി പാതയായി നിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ദിനം പ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. പരുന്തുംപാറയിൽ ചിൽഡ്രൻസ് പാർക്ക്, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവ നിർമ്മിക്കുവാൻ വേണ്ടി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ സ്ഥലം വിട്ടു നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. പരുന്തുംപാറ ടൂറിസം വികസനത്തിനു വേണ്ടിയുള്ള സ്ഥലം പീരുമേട് പഞ്ചായത്തിന് കൈമാറുവാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും PPP മോഡലിൽ പദ്ധതി ആവിഷ്കരിച്ച് പരുന്തുംപാറ ടൂറിസം കേന്ദ്രത്തെ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും
ഒട്ടകത്തലമേട്, ഏകയം, അരുവിക്കുഴി, തേക്കടി, സത്രം എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്നതിനും വേണ്ട നടപടി ഉണ്ടാകണമെന്നും ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു. സർ, ഈ വർഷം ഉണ്ടായ വരൾച്ചയിലും മുൻ വർഷങ്ങളിലുണ്ടായ കാലവർഷക്കെടുതിയിൽ തോട്ടം മേഖല മുഴുവൻ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഈ പ്രതിസന്ധി മൂലം തൊഴിൽ മേഖലയും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഇതിന് ഒരേയൊരു പരിഹാരം ഇടുക്കി ജില്ലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ വികസിപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിനുവേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് അനുവദിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് അന്യായമായ തടസ്സവാദം ഉന്നയിക്കുന്ന വനം വകുപ്പിൽ നിന്നുള്ള തടസ്സങ്ങൾ അവസാനിപ്പിക്കുവാൻ 2 വകുപ്പിൽ നിന്നും പ്രത്യേകം നോഡൽ ഓഫീസർമാരെ നിയമിച്ച് അതിന് പരിഹാരം കാണുവാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. കഴിഞ്ഞ 30 വർഷത്തിനു മുൻപ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പീരുമേട് മണ്ഡലത്തിൽ എലിബെറിയ കുടിവെള്ള പദ്ധതി പ്രകാരം ഏലപ്പാറ പഞ്ചായത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുവാൻ തുടങ്ങിയ പദ്ധതി പിന്നീട് ഉപ്പുതറ, പീരുമേട്, പെരുവന്താനം, കൊക്കയാർ, വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ച കാലത്തുണ്ടായിരുന്ന വാട്ടർ കണക്ഷനുകളുടെ എണ്ണത്തിനേക്കാൾ 100 ഇരട്ടി കണക്ഷനുകൾ നൽകിയിട്ടും ജലസ്രോതസ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഈ വർഷത്തെ വേനൽക്കാലത്ത് പല പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുവാൻ കഴിയാതെയായി. കാലവർഷം കനക്കുമ്പോൾ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് കടലിലേക്ക് ഒഴുക്കി കുടിവെള്ളം പാഴാകുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു പരിഹാരമെന്ന നിലയിൽ പെരിയാർ നദിയിലെ പല ഭാഗത്തായി ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് ജലം പിടിച്ചു നിർത്തി വേനൽക്കാലത്ത് കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കും. കഴിഞ്ഞ വർഷം ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകിയും അതിൻ്റെ പഠനങ്ങൾ നടന്നു വരികയുമാണ്. ഉപ്പുതറ പഞ്ചായത്തിലെ പെരിയാർ നദിയിൽ ഒരു ചെക്ക് ഡാം പണിതാൽ ജലക്ഷാമത്തിന് പരിഹാരവും കർഷകർക്ക്, കൃഷിക്കും കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ടൂറിസം വികസനത്തിനും ചെറിയ തോതിലുള്ള ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുവാനും കഴിയും. 4 വകുപ്പുകളും ചേർന്ന് വിവിധോദ്ദേശ പദ്ധതിയായി ഇവിടെ ഒരു ചെക്ക് ഡാം പണിയുവാൻ വേണ്ടിയുള്ള സമഗ്രമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച് വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയത് പ്രകാരം വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ ടീം കഴിഞ്ഞ വർഷം പഠനം നടത്തി നിർദ്ദിഷ്ട സ്ഥലത്ത് ചെക്ക് ഡാം പണിയുവാൻ തടസ്സമില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിലെ പൊരികണ്ണിയിലെ ജനങ്ങൾക്ക് പെരിയാർ നദി കടന്നു ചെല്ലുവാൻ നദിയുടെ കുറുകെ തൂക്കുപാലമുണ്ടായിരുന്നത് 2018 വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിട്ടുള്ളതാണ്. കാലാകാലങ്ങളായി പ്രദേശത്തെ ജനങ്ങൾക്ക് നദി മുറിച്ചു കടക്കുവാൻ ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു വരുന്നു. ആയതിനാൽ ഈ പ്രദേശത്തെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചാൽ നദിയുടെ കുറുകെ കടന്നു ചെല്ലാൻ എളുപ്പമാകും. അതുപോലെ തന്നെ ടൂറിസം വികസനത്തിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലവും കൂടിയാണ്. ചെക്ക് ഡാം നിർമ്മിച്ച് ശേഷം പെഡൽ ബോട്ടുകളും കയാക്കിങ്ങും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാൽ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുവാനും സാധിക്കും. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് കത്ത് നൽകിയിട്ടും ഓരോരുത്തരും ഓരോ വകുപ്പിലേക്ക് കത്തുകൾ കൈമാറിയിട്ടുണ്ട് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ആയതിനാൽ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയും ജലസേചന വകുപ്പ് മന്ത്രിയും വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയും ഒരുമിച്ചിരുന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ നിഷേധിക്കുകയും കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള ജനദ്രോഹ നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും നവകേരള സൃഷ്ടിക്കായി സമഗ്രമായി നടപടികളുമായി മുന്നേറുന്ന LDF സർക്കാർ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2000 ഡിസംബർ 13 എൻ്റെ മണ്ഡലത്തിലെ 2 തോട്ടങ്ങളും അതിനുശേഷം മറ്റ് 2 തോട്ടങ്ങളും അടച്ചുപൂട്ടി പോയതാണ്. ഇതുവരെയും തുറക്കുവാനുള്ള സമഗ്രമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുള്ള പുതിയ വ്യവസായ നയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ശ്രദ്ധിച്ച് പൂട്ടിക്കിടക്കുന്ന 4 ഫാക്ടറികളും തുറപ്പിക്കുവാനും തോട്ടം തുറപ്പിക്കുവാനും അതിലൂടെ ഏതാണ്ട് 6000 തൊഴിലാളികളെ രക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ധനാഭ്യർത്ഥനയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു.